കുറേ നാൾക്ക് മുന്നേ ഞാനൊരു അപ്ഗ്രേഡ് വരുത്തിയിട്ടുണ്ടായി. വേറൊന്നുമല്ല, കുറേ ആൾക്കാർ ഓഡിയോ ക്വാളിറ്റിയിൽ ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ഓക്കെ എൻ്റെ ഓഡിയോ ക്വാളിറ്റി ഒന്ന് ഇമ്പ്രൂവ് ആക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു മൈക്രോഫോൺ അപ്ഗ്രേഡ് നടത്തിയിട്ടുണ്ടായി. എന്നാൽ ഞാനത് ആരോടും പറഞ്ഞില്ല. ജസ്റ്റ് ഒരു റാൻഡമായിട്ട് ഒരു വീഡിയോ തൊട്ട് ഞാൻ വേറൊരു മൈക്രോഫോണാണ് യൂസ് ചെയ്ത് തുടങ്ങിയത്. പക്ഷേ ഏറ്റവും കൂടുതൽ എനിക്ക് കമൻറ്റ് വന്നതും അതിനെക്കുറിച്ച് തന്നെയാണ്. ചേട്ടാ, ഏത് മൈക്രോഫോണാണ് ഉപയോഗിക്കുന്നത്? അത് ഏതാണ് മൈക്ക്? എൻ്റെ പോക്കറ്റിൽ ഇപ്പോൾ ഇരിക്കുന്ന ഈ ഒരു മൈക്ക് ഏതാണ് എന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ചില ആൾക്കാർ ഞാൻ ഉപയോഗിക്കുന്ന റോഡിൻ്റെ മൈക്കാണ് എന്നുള്ള ഉത്തരങ്ങളും ആ ഒരു കമൻറ്റുകൾക്കൊക്കെ കൊടുക്കാനായിട്ടും തുടങ്ങി. ആക്ച്വലി എനിക്കത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷമായി. കാരണം റോഡിൻ്റെ മൈക്ക് എന്നൊക്കെ പറയുന്നത് ഏകദേശം 30,000 രൂപയോളം വില വരുന്നൊരു മൈക്കാണ്. ആ ഒരു മൈക്കിൻ്റെ ക്വാളിറ്റിയാണ് അതിൻ്റെ 1/4 പോലും വില വരാത്ത ഈ ഒരു മൈക്കിൽ നിന്ന് കിട്ടുന്നത് എന്ന് ആൾക്കാർക്ക് തോന്നുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ ഡെഫിനറ്റ്ലി വിചാരിച്ചു ഈ ഒരു മൈക്രോഫോൺ റിവ്യൂ ചെയ്യണം. ഈ ഒരു മൈക്രോഫോൺ എല്ലാ ബഡിങ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനും സജസ്റ്റും ചെയ്യണമെന്ന്. ഈ മൈക്രോഫോൺ എന്ന് പറഞ്ഞാൽ 7Ryms എന്ന് പറഞ്ഞ കമ്പനീൻ്റെ റിമോ മൈക്ക് ലൈറ്റ് എന്നാണ്. ഈ മൈക്ക് ഞാൻ എടുക്കാനുള്ള പ്രധാന ഒരു കാരണം എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു സർപ്രൈസിങ് ആയിട്ടുള്ളൊരു ഫീച്ചർ ഉണ്ട്. ഈ ഒരു ഒറ്റ ഫീച്ചർ ഇതിനകത്ത് എക്സ്ട്രാ ആയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു മൈക്കുമായിട്ട് പോയത്. ആ സർപ്രൈസിങ് ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വഴിയേ പറയാം ആ ഒരു സർപ്രൈസിങ് ഫീച്ചർ എന്താണെന്ന്. എന്നാലും നമ്മുടെ ഈ 7Rymsൻ്റെ ഈ റിമോ മൈക്ക് ലൈറ്റ് വരുന്നത് ഇത്തരത്തിലുള്ള ഒരു പെട്ടിയിലാണ്. അപ്പോൾ മുകളിലായിട്ട് നമുക്ക് ആ ഒരു ട്രാൻസ്മിറ്ററിൻ്റെ റിസീവറിൻ്റെ ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പോയിലർ അലേർട്ട്, ഈ ഒരു മൈക്രോഫോൺ സ്മാർട്ട് ഫോണിലും വർക്ക് ചെയ്യും, ലാപ്ടോപ്പിലും വർക്ക് ചെയ്യും. രണ്ടെണ്ണത്തിൽ നിങ്ങൾക്ക് സീംലെസ് ആയിട്ട് വേറെ യാതൊരു സോഫ്റ്റ്വെയറും കാര്യങ്ങളൊന്നും ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ റെഡി ടു ഗോ ആയിട്ട് വർക്ക് ചെയ്യാൻ പോകുന്ന ഒരു മൈക്രോഫോണാണ് നമ്മുടെ 7Rymsൻ്റെ റിമോ മൈക്ക് ലൈറ്റ്. ഇത് 3 കളേഴ്സിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ക്ലാസിക് ആയിട്ടുള്ള ബ്ലാക്ക് കളറാണ്. അതുപോലെ പിങ്ക് കളറും നമുക്ക് ലഭിക്കുന്നുണ്ട്, അതുപോലെ വൈറ്റ് കളറും ലഭിക്കുന്നുണ്ട്. എന്തായാലും പോക്കറ്റിലിരിക്കുമ്പോൾ ഒരു പേനയൊക്കെ വെച്ച പോലെ ഉണ്ടല്ലേ. ഞാൻ ആക്ച്വലി ഇവിടെയാണ് കേട്ടോ നേരത്തെ കുത്തിക്കൊണ്ടിരുന്നത്, പിന്നീടാണ് ഞാനിത് പോക്കറ്റിലാക്കിയത്. വേറെ നല്ല ഇവിടെ കുത്തുമ്പോൾ എന്തോ പോലെ ഇരിക്കുന്നു എന്ന്, ലൈക്ക് ഇതാകുമ്പോൾ കുറച്ച് സ്റ്റാൻഡേർഡ് പോലെ തോന്നിക്കുക എന്നുള്ളുണ്ട്. ചുമ്മാ ജസ്റ്റ് ഈ മൈക്കിൻ്റെ ആക്ച്വലി ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കിക്കഴിഞ്ഞാൽ ഈ തൊപ്പിയില്ലേ, തൊപ്പിയുടെ മേത്ത് വരെ അവർ ക്ലിപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് മൈക്രോഫോണാണ്. എന്തായാലും അൺബോക്സ് ചെയ്യാം നമുക്ക്. ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് മുകളിലായിട്ട് റിസീവറും ഉണ്ട്, ട്രാൻസ്മിറ്ററും ഉണ്ട്. ഇനി ഇതിൻ്റെ അടിയിലായിട്ട് നമുക്ക് കുറേ അധികം ആക്സറീസ് കിട്ടുന്നുണ്ട്. എന്തൊക്കെയാണ്? നമുക്ക് ഈ മൈക്ക് ഇപ്പം എൻ്റെ കയ്യിലുള്ളത് UC ആണ്, അതായത് USB-C ടൈപ്പാണ്. അതേപോലെ തന്നെ നമുക്ക് ലൈറ്റ്നിങ് അഡാപ്റ്റർ ഉള്ള മൈക്കും കിട്ടും. ഇനി USB-C ആയതുകൊണ്ട് തന്നെ USB-C പോർട്ടുള്ള ഏത് ഡിവൈസിനും വർക്ക് ചെയ്യും, സ്മാർട്ട് ഫോൺ ആയിക്കോട്ടെ, ലാപ്ടോപ്പ് ആയിക്കോട്ടെ. ഇനി ലാപ്ടോപ്പിൽ എല്ലാവർക്കും USB-C ഉണ്ടാവണമെന്നില്ല, എൻ്റെ ലാപ്ടോപ്പിലും ഇല്ല. അതിനുവേണ്ടി ഇവർ ഒരു അഡാപ്റ്ററും കൂടി തന്നിട്ടുണ്ട്. USB-C ടു നമ്മുടെ USB-B കൺവേർട്ട് ചെയ്യുന്ന അഡാപ്റ്റർ തന്നിട്ടുണ്ട്. അതുപോലെ ഈ മൈക്രോഫോൺ ചാർജ് ചെയ്യാനായിട്ടുള്ള ഒരു വയർ, ഒരു USB കേബിൾ കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ലാതെ നിങ്ങൾക്ക് വിൻഡ് മഫ്, കാറ്റും കാര്യങ്ങളൊക്കെ അടിക്കുകയാണെങ്കിൽ, വ്ളോഗ് ചെയ്യുന്ന സമയത്ത് കാറ്റൊക്കെ അടിക്കുകയാണെങ്കിൽ അത് തടയാനായിട്ടുള്ളൊരു വിൻഡ് മഫും പിന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പൗച്ചുമാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ വാറൻറ്റി കാർഡും ഇതിൻ്റെ ഒത്തൻറ്റിസിറ്റി പ്രൂവ് ചെയ്യുന്നൊരു കാർഡും. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് പെട്ടിയുടെ അകത്തുള്ളത്. ഇനി നമുക്ക് ട്രാൻസ്മിറ്ററും റിസീവറും ഒന്ന് വിശദമായിട്ട് നോക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് റിസീവറിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ റിസീവറിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ റിസീവറിനകത്ത് ബാറ്ററിയും കാര്യങ്ങളൊന്നും ഇല്ല. ഈ റിസീവർ എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ USB-C പോർട്ടിൽ കുത്തുമ്പോൾ അവിടെ ഒരു ഡിസ്പ്ലേ ഉണ്ടല്ലേ, ആ ഒരു ഡിസ്പ്ലേ ഓൺ ആയി കഴിഞ്ഞാൽ ഈ സാധനം പവർഡ് ഓൺ ആയി എന്നർത്ഥം. ആ ഡിസ്പ്ലേക്കകത്ത് നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ കാണിച്ചു തരും. ഉദാഹരണത്തിന് നമ്മുടെ ട്രാൻസ്മിറ്റർ, ഈ പോക്കറ്റിൽ വെച്ചേക്കുന്ന സാധനത്തിൻ്റെ കറണ്ട് ബാറ്ററി കപ്പാസിറ്റി എത്രയാണ്, റേഞ്ച് എത്രത്തോളം ഉണ്ട്, അതുപോലെ വോളിയം ലെവൽ എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇനി ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ സൈഡിൽ USB പോർട്ട് ഉണ്ട്. ഇനി മറ്റേ സൈഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ IR എന്ന് എഴുതിയിട്ടുണ്ട്. എന്തിനാണ് അതിനകത്ത് IR എഴുതിയിരിക്കുന്നത്? ഒരു മൈക്രോഫോൺ, വയർലെസ് മൈക്രോഫോണാണ്, അതിനകത്ത് IR എന്ന് എഴുതിയിട്ടുണ്ട്. എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ താഴെ ഒരു പെയർ ബട്ടണും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴെ നമ്മൾ വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു 3.5mm ജാക്ക് കിട്ടുന്നുണ്ട്. 3.5mm ജാക്ക് എന്തിനാണ്? നമുക്ക് ഇയർഫോൺ കുത്തിയിട്ട് പാട്ട് കേൾക്കാനാണോ? ഒരു തരത്തിലതെ. സ്മ്യൂള് പോലത്തെ ആപ്ലിക്കേഷൻസൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാവുന്നൊരു കാര്യമാണ് മോണിറ്ററിങ്. അഥവാ ഓഡിയോ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമായിരിക്കും മോണിറ്ററിങ്. അതായത് ഇപ്പം നമ്മൾ ഇയർഫോണൊക്കെ വെച്ച് സംസാരിക്കുന്ന സമയത്ത് നമ്മളുടെ ശബ്ദം എങ്ങനെയാണ് കേൾക്കുന്നത് എന്നുള്ളത് നമുക്ക് തന്നെ ഒരു ഫീഡ്ബാക്ക് ആയിട്ട് കേൾക്കുന്ന സാധനമാണ് മോണിറ്ററിങ്. ഈ ഒരു മോണിറ്ററിങ് ഫീച്ചർ നമ്മൾക്ക് ഈ മൈക്രോഫോണിൽ, ഈ വയർലെസ് മൈക്രോഫോണിൽ അവൈലബിൾ ആണ്. അതിന് വേണ്ടിയാണ് അവർ 3.5mm ജാക്ക് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് അതിലേക്ക് നമ്മുടെ ഹെഡ്ഫോൺസ് അല്ലെങ്കിൽ ഇയർഫോൺസ് കുത്തിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾക്ക് അതിലൂടെയും കേൾക്കാൻ പറ്റും, നമ്മുടെ ഡിവൈസിൽ റെക്കോർഡ് ആവുന്നതായിരിക്കും. സോ പാട്ടൊക്കെ പാടുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ സ്മ്യൂളിലൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ട് വരാൻ പോകുന്ന ഒരു ഫീച്ചറും കൂടിയാണ് ഈ ഒരു മോണിറ്ററിങ് ഫീച്ചർ. ഇനി അടുത്ത് നമുക്ക് ട്രാൻസ്മിറ്ററിലേക്ക് പോകും. അപ്പോൾ ട്രാൻസ്മിറ്റർ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാമല്ലോ, ഒരു കുട്ടിയായിട്ടുള്ള ഒരു കുഞ്ഞൻ ട്രാൻസ്മിറ്ററാണ്.
അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അത് തന്നെയാണ്. ഇതേപോലെ പോക്കറ്റിൽ ഒരു പേനയൊക്കെ കൊണ്ട് നടക്കുന്ന പോലെ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു തരം ട്രാൻസ്മിറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ജസ്റ്റ് 7Ryms എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇനി അവിടെ നമുക്ക് 2 ഡോട്ടുകൾ കാണാൻ പറ്റും. അത് LED ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഒരെണ്ണം എന്ന് പറയുന്നത് ഇത് ഓൺ ആണോ എന്നുള്ള സ്റ്റേറ്റ് കാണിക്കാനായിട്ടുള്ളതും, മറ്റേ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുന്നതിൻ്റെ അതനുസരിച്ച് ബ്ലിങ്ക് ചെയ്യും. ഇനി നമ്മൾ സംസാരിക്കുന്ന ശബ്ദം കൂടുതലാണ് അല്ലെങ്കിൽ ക്ലിപ്പായി പോകുന്ന രീതിയിലാണ് എന്നുണ്ടെങ്കിൽ അവിടെ റെഡ് കളർ കാണിക്കും. ഇനി നിങ്ങൾക്ക് മ്യൂട്ട് ചെയ്ത് വെക്കണമെങ്കിൽ നിങ്ങൾക്ക് മ്യൂട്ട് ചെയ്യാനായിട്ടും പറ്റും. മ്യൂട്ട് ആണെങ്കിലും അവിടെ റെഡ് കാണിക്കും. ഇനി ഈ മ്യൂട്ടൊക്കെ ചെയ്യേണ്ട സ്വിച്ചൊക്കെ റൈറ്റ് സൈഡിലാണ്. അപ്പോൾ റൈറ്റ് സൈഡിൽ നമുക്ക് ഇതിൻ്റെ ഗെയിൻ, വോളിയം എത്രത്തോളം റെക്കോർഡ് ആവണം, വോളിയം കുറയ്ക്കണോ കൂട്ടണോ, ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഈ ഒരു ബട്ടൺസ് ഉണ്ട്. അതേപോലെ ഓൺ ആക്കാനായിട്ടുള്ള ബട്ടനുണ്ട്. ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് USB-C പോർട്ടും അവിടെയും IR കൊടുത്തിട്ടുണ്ട്. ഈ IR അഥവാ ഇൻഫ്രാറെഡ് എന്തിനാണ് ഈ ഒരു വയർലെസ് മൈക്കിന്? ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ മൈക്രോഫോണും റിസീവറും ഈ രണ്ടും ഈ ഒരു സാധനം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 സാധനവും തമ്മിൽ ആദ്യം പെയർ ചെയ്യണ്ടേ, ഇതിന് തമ്മിൽ മനസ്സിലാവണ്ടേ ഞാനും നീയും ഒരേ കാറ്റഗറിയിൽ, ഒരേ സെറ്റിലുള്ള ആൾക്കാരാണെന്ന്. അതിന് വേണ്ടി എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മൾ ഒരെണ്ണത്തിൽ ടേൺ ഓൺ, അതായത് നമ്മുടെ റിസീവർ ടേൺ ഓൺ ആക്കിയിട്ട് നമ്മുടെ ട്രാൻസ്മിറ്റർ ഓൺ ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ ട്രാൻസ്മിറ്ററും റിസീവറിലുള്ള IR രണ്ടും കൂടി ഒരുമിച്ചത് ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് അതിലേക്ക് ഡേറ്റ എക്സ്ചേഞ്ച് ആയി അങ്ങനെയാണ് പെയർ ആവുന്നത്. അപ്പോൾ അത് ഒരേ ഒരു പ്രാവശ്യം ഇനിഷ്യലി നമ്മൾ പർച്ചേസ് ചെയ്ത് പെയർ ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് പിന്നീട് നോർമലി മൈക്രോഫോൺ ഓൺ ആക്കിയിട്ട് ഡയറക്റ്റ് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇതെന്തിനാണ് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ സപ്പോസ് നിങ്ങൾ ഒന്നിൽ കൂടുതൽ ഇതേപോലെ മൈക്കുകൾ മേടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ ഒറ്റ ട്രാൻസ്മിറ്ററിൽ നമുക്ക് പെയർ ചെയ്യാം, ഒറ്റ റിസീവറിൽ നമുക്ക് പെയർ ചെയ്യാനായിട്ടൊക്കെയാണ് ഈ ഒരു കാര്യം യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും ഫീച്ചേഴ്സൊക്കെ അടിപൊളിയാണ്. ഓഡിയോ ക്വാളിറ്റിയുടെ കാര്യം ചോദിക്കുവാണെങ്കിൽ ഈ എൻറ്റയർ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ ഈ ഒരു മൈക്രോഫോണിലൂടെയാണ്. സോ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഞാൻ ഇതിന് വേണ്ടി ഒരു ഓഡിയോ ക്വാളിറ്റി ടെസ്റ്റും കാര്യങ്ങളൊന്നും ചെയ്ത് കാണിക്കേണ്ട ഒരാവശ്യമില്ല. നിങ്ങൾക്ക് ഓഡിയോ ക്വാളിറ്റിയെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ എൻ്റെ കഴിഞ്ഞ 6 വീഡിയോകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 6 അല്ല കേട്ടോ, 6 കൂടുതൽ വീഡിയോസിൽ എല്ലാത്തിലും ഈ മൈക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ചാനലിലെയും അതേപോലെ സെക്കൻഡ് നിയോൺ അൺഫിൽറ്റേർഡ് എന്ന് പറയുന്ന സെക്കൻഡ് ചാനലിലും ഒക്കെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഇത് തന്നെയാണ്. ഇനി അടുത്തത് ഇത് ഏതൊക്കെ ഡിവൈസിൽ എങ്ങനെയൊക്കെ വർക്ക് ചെയ്യുമെന്ന് വെച്ചാൽ, ഇപ്പോൾ സ്മാർട്ട് ഫോൺ ആണെങ്കിൽ അതിപ്പോൾ ഐഫോൺ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐഫോണിൽ ലൈറ്റ്നിങ് പോർട്ടുള്ള ഈ ഒരു റിമോ മൈക്ക് മേടിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ USB-C to ലൈറ്റ്നിങ് കൺവെർട്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെയും ചെയ്യാം. ഡയറക്റ്റ് നിങ്ങൾ ക്യാമറ ആപ്ലിക്കേഷൻ ഓൺ ആക്കുക, അതിനുശേഷം റെക്കോർഡിങ് തുടങ്ങിക്കോളാം. അത് തന്നെ നമ്മുടെ സംസാരിക്കുന്ന ഇതിൽ നിന്ന് തന്നെ റെക്കോർഡാവും. അല്ല നിങ്ങൾ ആൻഡ്രോയിഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇപ്പോൾ സാംസങ് ഫോൺ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി. സാംസങ് ഫോൺസിൽ ഇതെടുക്കുക, കുത്തുക, അപ്പോൾ തന്നെ അവിടെ പവർ ഓൺ ആവും. ഇത് ഓണാക്കുക, വീഡിയോ എടുത്ത് തുടങ്ങുക. വേറെ എക്സ്റ്റേണലായിട്ട് ഈ ഓപ്പൺ ക്യാമറ അങ്ങനത്തെ ആപ്ലിക്കേഷൻസ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് നേറ്റീവ് ക്യാമറയിൽ റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതും വളരെ ഹൈ ക്വാളിറ്റി ആയിട്ട് നമുക്ക് ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി വയർലെസ് മൈക്കുകൾ മേടിക്കുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്ന പ്രധാനമായിട്ടുള്ള ടെൻഷൻ എന്ന് പറയുന്നത് എത്ര മീറ്റർ വരെ വർക്ക് ചെയ്യും, റേഞ്ച് എത്രയാണ് ഇതിൻ്റെ എന്ന്. അപ്പോൾ ഈ മൈക്കിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 30 മീറ്ററാണ്. 30 മീറ്റർ വരെ നിങ്ങൾക്ക് യാതൊരു കണക്ഷൻ ലോസും ഇല്ലാതെ റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ നമ്മൾ യൂഷ്വലി എനിക്കറിയില്ല 30 മീറ്ററിൻ്റെ അത്രയൊക്കെ ദൂരം വെച്ചിട്ട് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യേണ്ട യൂസ് വരുമോ എന്ന്. നോർമലി ഇപ്പോൾ നമ്മൾ റൂമിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ റേഞ്ചിനൊന്നും യാതൊരു ഇഷ്യൂ ഇല്ല. പക്ഷേ 30 മീറ്റർ വരെയും നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലാതെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇനി എത്ര നേരം ഇതിൻ്റെ ചാർജ് നിൽക്കും? ഞാനിത് ഉപയോഗിക്കുവാണെങ്കിൽ ഒരു ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 1.5 മുതൽ 2 മണിക്കൂർ വരെ 1.5 മുതൽ 2 മണിക്കൂർ വരെയും കണ്ടിന്യൂസ്ലി നിങ്ങൾക്ക് ഇതിൽ റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അത് നിങ്ങൾ ഏത് വോളിയം ലെവലിലാണ് വെക്കുന്നത് എന്നുള്ളതും, പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഇടയ്ക്ക് മ്യൂട്ട് ചെയ്യുന്നുണ്ടോ അല്ലയോ എന്നുള്ള കാര്യവും, പിന്നെ നിങ്ങൾ ട്രാൻസ്മിറ്റർ റിസീവറും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, അതിനനുസരിച്ചായിരിക്കും പവർ റേഡിയേഷനും കാര്യങ്ങളൊക്കെ മാറുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് ഏകദേശം 1.5 തൊട്ട് 2 മണിക്കൂർ വരെയൊക്കെ ഒരു കുഴപ്പമില്ലാതെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതിലെനിക്ക് ചാർജിങ് കാണിക്കും, മറ്റേ സാധനത്തിൽ ചാർജും കൂടെ കാണിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇനി ഇത് ചാർജ് ചെയ്യാനായിട്ട് അധികം സമയമൊന്നും എടുക്കില്ല കേട്ടോ. ഏകദേശം ഒരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ കുത്തിയിട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് LED ഇൻഡിക്കേറ്റർ ഉണ്ടല്ലോ, അത് ചുമപ്പായിരിക്കും. അത് നീലയിലേക്ക് ആയിക്കഴിഞ്ഞാൽ ഫുൾ ചാർജ് ആവും. സോ ചാർജിങ്ങിൻ്റെ കാര്യത്തിലൊന്നും യാതൊരു ഇഷ്യൂ ഇല്ല. ഇതാണ് നമ്മുടെ ഇതിൻ്റെ ബാറ്ററി ലൈഫിനെ കുറിച്ച് പറയാനുള്ളത്. സോ ഫൈനലി ഗിവ് അവേൻ്റെ കാര്യം, ഗിവ് അവേയിൽ എങ്ങനെ എൻ്റർ ചെയ്യാൻ പറ്റും, ഈ ഒരു കാര്യം എങ്ങനെ വിൻ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ആദ്യം പേഴ്സണലി വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ മൈക്ക് ഗിവ് അവേ ആയിട്ട് കൊടുക്കാമെന്നാണ്. കാരണം ഞാൻ വേറെയും മൈക്രോഫോൺസ് യൂസ് ചെയ്യുന്നുണ്ടെന്ന്. പക്ഷേ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ഉപയോഗിക്കുന്ന മറ്റ് മൈക്രോഫോൺ, അത് വയേർഡ് ആയിട്ടുള്ള മറ്റ് മൈക്രോഫോൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് വളരെ നല്ലൊരു ഔട്ട്പുട്ടാണ് ഈ ഒരു വയർലെസ് മൈക്രോഫോൺ തരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് ഈ സാധനം എനിക്ക് ഗിവ് അവേ ആയിട്ട് തരാനായിട്ട് പറ്റില്ല. അപ്പം ഞാൻ ഈ ഒരു 7Ryms കമ്പനിക്ക് മെയിൽ അയച്ചിട്ടുണ്ടായി. അപ്പോൾ കമ്പനി നമ്മളോട് അഗ്രി ചെയ്തിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ
കമ്പനി ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ഗിവ് അവേക്ക് പ്രൊഡക്റ്റ് തരാം. അതായത് നമ്മൾ ഗിവ് അവേ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന വിന്നർ, ആ ഒരു വിന്നർ എന്നെ കോൺടാക്ട് ചെയ്യുക, അവരുടെ ഷിപ്പിംഗ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നു കഴിഞ്ഞാൽ ഞാൻ ഡയറക്റ്റ് അത് കമ്പനിക്ക് കൈമാറുന്നതായിരിക്കും. കമ്പനിക്കാർ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിലേക്ക് ഷിപ്പ് ചെയ്ത് തരുന്നതായിരിക്കും. ഇനി 3 കളറിലുണ്ട്. ഈ കളറിൽ ഏത് കളർ വേണം എന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഗിവ് അവേ വിന്നറിന് ഈ 3 എണ്ണത്തിൽ ഏത് കളർ വേണം എന്നും ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ആ കളറിലുള്ള സാധനം നിങ്ങളുടെ കയ്യിൽ എത്തിച്ചു തരും. പക്ഷേ ഇതിന് കുറച്ച് റൂളുകളുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി നമ്മുടെ ചാനലിലൊരു സബ്സ്ക്രൈബർ ആയിരിക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി മാത്രമാണ് ഈ ഒരു ഗിവ് അവേ നടത്തുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, 7Rymsൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. ആ ഒരു 7Rymsൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിൽ ഫോളോവർ ആയിരിക്കണം. അപ്പോൾ ഒരു 7Rymsനെ ഫോളോ ചെയ്തിട്ടില്ല എങ്കിൽ അവർ ഫോളോ ചെയ്യുക. ഇനി മൂന്നാമത്തത്, എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലാണ് ഞാൻ ഒരു പോസ്റ്റ് ഇടാനായിട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഗിവ് അവേൻ്റെ ഒരു പോസ്റ്റ് ഞാൻ ഇടുന്നുണ്ട്. സോ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ ഫോളോ ചെയ്ത് ആ ഒരു ഗിവ് അവേ പോസ്റ്റിൻ്റെ താഴെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് എന്തിനാണ് വേണ്ടത്, ഈ പ്രൊഡക്റ്റ് അതായത് ഇപ്പോൾ എല്ലാവരും ജസ്റ്റ് വന്നിട്ട് വേണം എന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ യൂട്യൂബ് ക്രിയേറ്റർ ഒന്നും അല്ല, നിങ്ങൾക്ക് യൂസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗിവ് അവേ പിന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് പോകുന്നില്ല. സോ നിങ്ങൾക്ക് ജെനുവൻലി സാധനം വേണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു സാധനം വേണ്ടത് എന്നുള്ള കാര്യവും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് തോന്നുന്നു. സോ സ്റ്റെപ്പ് നമ്പർ 1 നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ്. സ്റ്റെപ്പ് നമ്പർ 2 7Rymsൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിനെ ഫോളോ ചെയ്യുക. സ്റ്റെപ്പ് നമ്പർ 3 എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിനെ ഫോളോ ചെയ്തിട്ട് അതിൽ ഞാൻ ഇട്ടിരിക്കുന്ന പോസ്റ്റിൻ്റെ താഴെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ പ്രൊഡക്റ്റ് വേണ്ടത് എന്നുള്ളത് കമൻറ്റും കൂടെ ചെയ്യുക. ഇനി ഇതിൻ്റെ വിന്നർ നമ്മൾ അനൗൺസ് ചെയ്യുന്നത് ഇപ്പോൾ ഒക്ടോബർ അല്ലേ, ഏകദേശം ഒക്ടോബർ എൻഡ് ആകുമ്പോൾ അല്ലെങ്കിൽ നവംബർ മാസമൊക്കെ ആയിരിക്കും. കാരണം ഓൾറെഡി വേറൊരു ഗിവ് അവേ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റിസൾട്ടിന് ശേഷം മാത്രമായിരിക്കും ഇതിൻ്റെ റിസൾട്ട് വരുന്നത്. അതും ആക്റ്റീവാണ്, അതിനും ഈ സെയിം റൂൾസ് തന്നെയാണ്. അപ്പോൾ പേജിൽ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഗിവ് അവേയിൽ എൻ്റർ ചെയ്യേണ്ടത്. ഈ പേജുകളുടെയൊക്കെ ലിങ്ക് കാര്യങ്ങളൊക്കെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഇട്ടിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലും വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതായിരുന്നു നമ്മുടെ 7Rymsൻ്റെ ഈ ഒരു മൈക്കിൻ്റെ റിവ്യൂ. ഈ മൈക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം പർച്ചേസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.